സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. റീസെന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. VBG റാംജി പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ആണ് VBG റാംജി എന്നറിയപ്പെടുന്നത്. ഈ പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? 125 ദിവസമാണ്. 125 ദിവസം. പദ്ധതി തുകയിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും വഹിക്കേണ്ട ശതമാനം എത്രയാണ്? പദ്ധതി തുകയിലെ കേന്ദ്രവും അതുപോലെ സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടത് എത്ര തുക വീതമാണ്? വഹിക്കേണ്ട ശതമാനം എത്ര വീതമാണ്? കേന്ദ്രം എത്രയാണ്? 60%. അതുപോലെ സംസ്ഥാന സർക്കാർ 40% വഹിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40%. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതിയുടെ കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ്? കേരളത്തിൽ 401 രൂപയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതിയുടെ കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ്? 401 രൂപ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതിയുടെ ദേശീയ തല ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ദേശീയ തല ഉദ്ഘാടനം നടന്നത് തിരുപ്പതി ജില്ലയാണ്. ആന്ധ്രാപ്രദേശില് തിരുപ്പതി ജില്ലയിലാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതിയുടെ ദേശീയ തല ഉദ്ഘാടനം നടന്നത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശില് തിരുപ്പതി ജില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഡാമുകളിൽ ഒന്നായ ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം എത്രയാണ്? ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം എത്രയാണ്? 168.91 മീറ്റർ ആണ്. 168.91 മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം. 168.91 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകിയത് കാനഡയാണ്. കാനഡ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ചെറുതോണി അണക്കെട്ടാണ്. ചെറുതോണി അണക്കെട്ടിന്റെ ഉയരം വരുന്നത് 138 മീറ്റർ ആണ്. 138 മീറ്റർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏത് എന്ന് ചോദിച്ചാൽ ഏത്? ചെറുതോണി അണക്കെട്ടാണ്. ചെറുതോണി അണക്കെട്ടിന്റെ ഉയരം എന്നത് 138 മീറ്റർ ആണ്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഉത്തരവുകളാണ് എന്ത്? റിട്ടുകൾ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമായ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നുമാണ്? റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത്. അന്യായമായിട്ട് തടവിലാക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായിട്ട് തടവിലാക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, എത്ര റിട്ടുകളാണ് നിലവിലുള്ളത് എന്ന് കമന്റ് ചെയ്യുക. എത്ര റിട്ടുകളാണ് നിലവിൽ ഉള്ളത് എന്ന് കമന്റ് ചെയ്യുക. ശരീരം ഹാജരാക്കുക എന്നർത്ഥമുള്ള റിട്ട് ഏതാണ്? ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പൊതുസ്ഥാപനം സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ കോടതി ആജ്ഞാപിക്കുന്ന റിട്ട് ഏതാണ്? ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പൊതുസ്ഥാപനം അദ്ദേഹത്തിന്റെ കർത്തവ്യം നിറവേറ്റാത്ത പക്ഷം ആ കർത്തവ്യം നിറവേറ്റാൻ കോടതി ആജ്ഞാപിക്കുന്ന റിട്ട് ഏത് ആണ്?
മാൻഡമസ് ആണ്. മാൻഡമസ് ഏതാണ്? മാൻഡമസ്. കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതികൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെ തടയുന്ന റിട്ട് ഏത്? കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതികൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെ തടയുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. ഏതാണ്? പ്രോഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഏതാണ്? സെർഷ്യോററി. അടുത്ത ചോദ്യം, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നീ അർത്ഥങ്ങളുള്ള ലാറ്റിൻ പദം ഏതാണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നീ അർത്ഥങ്ങളുള്ള ലാറ്റിൻ പദം സെർഷ്യോററി എന്നതാണ്. സെർഷ്യോററി. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്. ഏത് വർഷം? 1901. എവിടെ വെച്ച് നടന്ന സമ്മേളനം? കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്. 1901 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1901 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? DE വാച്ച. DE വാച്ചയായിരുന്നു 1901 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. DE വാച്ച. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. രാഷ്ട്രീയ പരീക്ഷണശാല ഏത്? ദക്ഷിണാഫ്രിക്ക. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു? 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവെ ആയിരുന്നു. വിനോബ ഭാവെ. സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഖാദിയെയാണ്. ഖാദി. സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രമെന്ന് ഖാദിയെ വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാലോ? ഗാന്ധിജിയാണ്. കേരളത്തിൽ നീളത്തിന്റെ കാര്യത്തിൽ ഭാരതപ്പുഴയുടെ സ്ഥാനം എത്രയാണ്? കേരളത്തിൽ നീളത്തിന്റെ കാര്യത്തിൽ ഭാരതപ്പുഴയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 2ാം സ്ഥാനം. 1ാം സ്ഥാനം പെരിയാറിനാണ്. ഏറ്റവും നീളം കൂടിയത് പെരിയാർ. 2ാം സ്ഥാനം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. 209 കിലോമീറ്റർ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പുഴ ഏത്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നതോ? കേരളത്തിന്റെ നൈൽ ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമലയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നീള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് പുഴയാണ്? ഭാരതപ്പുഴയാണ്. എന്താണ്? നീള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? സെക്ഷൻ 8 ആണ്. വകുപ്പ് സെക്ഷൻ 8. അപ്പൊ കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് ലഭ്യമല്ല. കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 8 ഇത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 11. സെക്ഷൻ 11.
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി അപ്പീൽ നൽകുവാനുള്ള അവകാശം നൽകുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ്? അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി അപ്പീൽ നൽകുവാനുള്ള അവകാശം നൽകുന്ന നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 19 ആണ്. ഏതാണ്? സെക്ഷൻ 19. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ഈ വരികൾ രചിച്ചത് ആര്? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ആരുടേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ് ഇത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കഥകളിക്കൊപ്പം ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? കഥകളിക്കൊപ്പം ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വ്യവഹാരമാല എന്ന കൃതി രചിച്ചത് ആര്? മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് എന്ത്? വ്യവഹാരമാല. വ്യവഹാരമാല രചിച്ചത് ആരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. ബലയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ബലയാട്ടം. ബലയാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. ബലയാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ തനതായ കലാരൂപം ഏത്? അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ തനതായ കലാരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ തനതായ കലാരൂപം ഏത്? കൂടിയാട്ടം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓട്ടൻ തുള്ളലാണ്. ഓട്ടൻ തുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. കലകളുടെ രാജാവ്, ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. കലകളുടെ രാജാവ്, ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് ഏതാണ്? കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട്. കേളികൊട്ട്. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതെന്ന് ചോദിച്ചാൽ കേളിയാണ്. കേളികൊട്ട്. കഥകളിയിലെ ഇഷ്ടദേവതാ പൂജ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കഥകളിയിലെ ഇഷ്ടദേവതാ പൂജ അറിയപ്പെടുന്നത് തോടയം എന്നാണ്. കഥകളിയിലെ ഇഷ്ടദേവതാ പൂജയാണ് തോടയം. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ്? ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത്? ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ആദ്യത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആര്? ആദ്യത്തേത് ആർക്കാണ് ലഭിച്ചത്? ദേവിക റാണിയാണ്. ആദ്യത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ദേവിക റാണി. മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതി ഏത്? മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? KM മുൻഷിയാണ്. KM മുൻഷി. ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്?
ബാസിലസ് ആന്ത്രാസിസ് എന്നതാണ് ആന്ത്രാസിന് കാരണമാകുന്ന ബാക്ടീരിയ. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്